പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ നടത്തുന്ന നാവികാഭ്യാസ പ്രകടനത്തിന് ബദലായിട്ട് അമേരിക്കയും ഇസ്രായേലും ചെങ്കടലിൽ മറ്റൊരു നാവികാഭ്യാസ പ്രകടനം നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അമേരിക്കയുടെ ഏറ്റവും പ്രശസ്തമായ മിസൈൽ ഡിസ്ട്രോയറുകളിൽ ഒന്നും ഇസ്രായേലിൻ്റെ സർ എന്ന കപ്പലുമാണ് ഈ നാവിക പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് എന്ന മാധ്യമ റിപ്പോർട്ടുകളാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിലെ ഇറാൻ്റെ നാവിക അഭ്യാസത്തിന് ബദലായിട്ട് മറ്റൊരു അഭ്യാസം ഇപ്പോൾ ചെങ്കടലിൽ നടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ യുദ്ധ സംഗതികളൊക്കെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ യുദ്ധം നടക്കുവാനും നടക്കാതിരിക്കുവാനും സാധ്യതയുണ്ട്, ഈ മഴ പെയ്യാനും പെയ്യാതിരിക്കുവാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. എന്തായാലും ഇരു രാജ്യങ്ങളും പരസ്പരം തങ്ങളുടെ ശത്രുവിൻ്റെ ഒരു ശക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നത് കൊണ്ട് തന്നെ യുദ്ധസംഗതികൾ ഒക്കെയും ഒഴിഞ്ഞു പോകുവാനാണ് സാധ്യത. അന്തർദേശീയ മധ്യസ്ഥതാ ശ്രമങ്ങളൊക്കെ വിജയിക്കുവാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ചും ശത്രുവിൻ്റെ ലക്ഷ്യങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക്, അതായത് ശത്രു രാജ്യങ്ങൾക്ക് പ്രാപ്തമാണ് എന്നിരിക്കെ ഈ യുദ്ധസാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നു എന്ന നിഗമനം തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഇറാൻ്റെ അബു മഹദി എന്ന് പറയുന്ന മിസൈലിൻ്റെ പരീക്ഷണം അത് വിജയകരമായി ഇറാൻ പര്യവസാനിപ്പിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ കടലിൽ നിന്ന് വിക്ഷേപിക്കുവാൻ കഴിയുന്ന ഈ മിസൈലുകൾ അമേരിക്കയുടെ നാവികസേനയ്ക്ക് വലിയ ഭീഷണിയാണ് എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. AI ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ മിസൈലുകൾ, അതായത് അബു മെഹദി, അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഭീഷണിയാകുന്നു എന്ന വലിയ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, നദാൻ ഇസ്ഫഹാൻ മുതലായ കഴിഞ്ഞ ജൂണിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചു കേടുപാടുകൾ വരുത്തിയ ഇറാൻ്റെ ആണവായുധ നിലയങ്ങൾക്ക് മേൽ ഇറാൻ പുതിയ മേൽക്കൂരകൾ നിർമ്മിച്ചു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അസോസിയേറ്റ് പ്രസ്സാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത്. ഈ മേൽക്കൂരയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നത് തടയുക എന്നതാണ്. അതായത് ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കുന്നതിന് ഉപഗ്രഹ ചാരോപരങ്ങൾക്ക് കഴിയാതിരിക്കുക എന്നതിനാണ് ഇറാൻ ഇങ്ങനെ ഒരു മേൽക്കൂര നിർമ്മിച്ചത് എന്ന മാധ്യമ റിപ്പോർട്ടുകളും അന്തർദേശീയ യുദ്ധവിദഗ്ധരുടെ വിശദീകരണങ്ങളും ഒക്കെ വരുന്നുണ്ട്. മാത്രമല്ല, യുറേനിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുവാൻ വേണ്ടിയാണെന്ന നിഗമനങ്ങളും ഒക്കെ ഇതുപോലെ ബന്ധിപ്പിച്ച് പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ പിക്കാസ് മൗണ്ടൻ പ്രദേശത്ത് ഭൂഗർഭ ആണവ കേന്ദ്രത്തിനുള്ള ഖനന പ്രവർത്തനങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട്. അതായത് ഭൂഗർഭത്തിലേക്ക്, ഭൂമിക്കടിയിലേക്ക് ഒരു ആണവ നിലയം ഇറാൻ നിർമ്മിക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് അത് യുദ്ധ സാഹചര്യമാണോ അല്ലെങ്കിൽ യുദ്ധം ഒഴിഞ്ഞു പോകുന്നു എന്നൊന്നും പറയുവാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ചർച്ചകൾ പുരോഗമിക്കുന്നു. ഒപ്പം ഇരു രാജ്യങ്ങളും അവരുടെ ആയുധ സന്നാഹങ്ങളും നാവിക പരിശീലനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.